കണ്ണീരിൻ്റെ കടലിൽ വീണുപോകാറില്ലേ? അങ്ങനെയുള്ള വേദനകളിൽ, സങ്കടങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഈ പുസ്തകം 650 ഗ്രാം കാണും. ഇത് കറുത്ത ബൈൻഡിട്ടൊരു പുസ്തകം. എടുത്തോ? ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. ഇതിൻ്റെ മഷിയുടെ നിറം പ്രത്യാശയുടെ മഷിയുടെ നിറമാണ്. ഇത് കുത്തിക്കെട്ടിയത് വാഗ്ദാനങ്ങളുടെ നൂലുകൊണ്ടാണ്. ഇത് ബൈൻഡ് ചെയ്തിരിക്കുന്നൊരു പ്രതീക്ഷയുടെ പുറംചട്ട കൊണ്ടാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നൊരാകയാൽ. നമ്മളൊക്കെ ആൻസൈറ്റി ന്യൂറോസിന്റെ കാലത്താണ്. വിഷാദ രോഗം. ഈ ലോകത്ത് 800 കോടി മനുഷ്യർ ജീവിക്കണുണ്ട്. 30 കോടി മനുഷ്യരെങ്കിലും ഇന്ന് വളരെ മെലങ്കോളിക്കായി ഡിപ്രഷൻ ചിരിക്കാറില്ല. കോവിഡിന് മുമ്പ്, തൊട്ടുമുമ്പ് ലോകാരോഗ്യ സംഘടന WHO പഠിക്കാനെടുത്ത രോഗം, ഗൗരവമായെടുത്ത രോഗം ഡിപ്രഷനാണ്. അതിനവർ കൊടുത്തൊരു ക്യാമ്പയിനുണ്ട്, ലെറ്റ്സ് ടോക്ക്. മിണ്ടുക, ആരോടെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, വൈ മീ, എന്താ എനിക്കിങ്ങനെ ചോദിക്കാറില്ലേ? അതിനുള്ള ഉത്തരമാണ് ഈ വാക്യം. നിങ്ങൾ നോക്കൂ, ലോക ചരിത്രത്തിൽ വലിയ പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും ഇസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പുസ്തകം കൊടുക്കുന്ന ബലം, മനുഷ്യന്റെ മുറിവിന്റെ മരുന്ന് ഈ പുസ്തകത്തിനകത്തല്ലാതെ എവിടെ ഉണ്ട്? ഉദാഹരണമായി പറഞ്ഞ വലിയ മനുഷ്യരെ കുറിച്ചൊക്കെ ചിന്തിക്ക്. ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരുന്ന വിൻസെന്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവസാനം സൂയിസൈഡ് ചെയ്തു. വർണ്ണം ക്യാൻവാസിൽ മാത്രമായിരുന്നു. ലോകത്തെ ഏറ്റവും മനോഹരമായ മോട്ടിവേഷണൽ ബുക്ക് കിഴവനും കടലും പോലെ, ദ ഓൾഡ് മാൻ ആൻഡ് സീ ഒക്കെ എഴുതിയ കുട്ടികൾക്കറിയാം. ഏണസ്റ്റ് ഹെമിംഗ്വേ സൂയിസൈഡ് ചെയ്തു. ലോകത്ത് മനഃശാസ്ത്രത്തിൻ്റെ കുലപതി സിഗ്മണ്ട് ഫ്രോയിഡ് രോഗത്തിൻ്റെ തീവ്രതയിൽ ആത്മഹത്യാ തുല്യമായ മരണം സ്വീകരിച്ചു. ലോകത്തെ അധികാര കൊതിയന്മാരായിരുന്ന മാർക്ക് ആന്റണിയും അഡോൾഫ് ഹിറ്റ്ലറും പീലാത്തോസും ആത്മഹത്യ ചെയ്തു. ലോകത്തെ സൗന്ദര്യധാമം എന്ന് വിളിച്ചിരുന്ന ക്ലിയോപാട്രയും മെർലിൻ മൺട്രോയും ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ് ബോളിവുഡിൽ ഒരു സിനിമ ഇറങ്ങി, ചിച്ചോരെ. അതിലെ നായകൻ സുശാന്ത് സിംഗ് രജപുത് ആത്മഹത്യ ചെയ്തു. എനിക്ക് പാട്ട് പാടുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ മുരളി തകർന്നു പോയി എന്ന് പറഞ്ഞിട്ടാണ് മലയാളത്തിൽ പ്രണയത്തെക്കുറിച്ച് കവിതകൾ എഴുതി ഇടപ്പള്ളി രാഘവൻ പിള്ള രാത്രി 1 മണിക്ക് പൂമാലയിട്ട്, കഴുത്തിൽ പൂമാലയിട്ട് വെള്ളയും വെള്ളയണിഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒത്തിരി പറയാനുണ്ടത് പറഞ്ഞാൽ, ലോക ചരിത്രത്തിലെ അതികായന്മാരെന്നൊക്കെ പറയുന്നവർക്ക് അവരുടെ സങ്കടങ്ങളിൽ അവരെ സഹായിക്കാൻ അവർ പുലർത്തിയ നിലപാടുകളോ തത്വശാസ്ത്രങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ സഹായിച്ചിട്ടില്ല. ഈ പുസ്തകം അവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി. ഇന്ന് രാത്രി ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് കൊച്ചു 2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. നമ്മളോട് തന്നെ പറയാൻ 2 കൊച്ചു കാര്യങ്ങൾ. ജീവിതത്തിൻ്റെ വേദനകൾ ഇങ്ങനെ കണ്ണീർ പുഴകളായി ഒഴുകി ഇറങ്ങുമ്പോൾ, ചെങ്കടലിലെ തിരമാലകൾ പോലെ സങ്കടങ്ങളുടെ തിരമാലകൾ നമ്മെ മഥിക്കുമ്പോൾ, വേദനകളുടെ നീർച്ചുഴിയിൽ വട്ടം കറങ്ങുമ്പോൾ, നമുക്ക് നമ്മളോട് തന്നെ പറയാൻ 2 ചെറിയ വാക്കുകൾ ബലപ്പെടാൻ. അതാണ് ഈ രാത്രിയുടെ ധ്യാനം. പ്രിയ സുഹൃത്തെ, ശ്രദ്ധിക്കണം. നമുക്ക് നമ്മളോട് തന്നെ പറയാൻ 2 കൊച്ചു വാക്കുകൾ. നമുക്ക് മുന്നോട്ട് പോകാല്ലേ? തന്നെ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ മറുപടി പറയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇരിപ്പ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. തന്നെ സംസാരിക്കാറുണ്ടോ? ഇല്ല. ഉണ്ടോ? കേട്ടില്ല. ഈ ലോകത്ത് ജയിച്ചവരൊക്കെ തന്നെ സംസാരിച്ചവരാണ്. തന്നെ ഒരുപാടാകരുത്. ഒരുപാടൊക്കെ ആയി കഴിയുമ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ CJ ജോൺ ഇത്തിരി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോക്കളയും. അവിടെ വരെ പോരുതേ. തന്നെ സംസാരിച്ചു. യെസ് ഐ ക്യാൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ?
ഒത്തിരി നിർവചനമുണ്ട്. പക്ഷെ ഒരു നിർവചനം എങ്ങനെയാണ്? എ ക്വാളിറ്റി സെൽഫ് ടോക്ക്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു വർത്താനം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇറ്റ്സ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക്. തന്നെയാ സംസാരിച്ചേ ദാവീദിനോടാ. ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞ് കലങ്ങുമ്പോൾ അവളോട് പറഞ്ഞു, എനിക്ക് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ. എന്നിട്ട് അവൾ പോയി ഉപവാസം മുറിച്ചു. 1 ശമൂവേൽ 1. ഇറ്റ്സ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക്. അവനവനോട് തന്നെ സംസാരിക്കുമോ? അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ സങ്കട വഴികളിൽ നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാനുള്ള 2 വാക്കുകൾ എൻ്റെ ചങ്ങാതി കേൾക്കണം. 1, ഐ ആം യുണീക്ക്. ഞാൻ അനന്യനാണ്. ഞാൻ എന്നോട് പറയുകയാണ് കേട്ടോ. ഈ കയറ്റുപായിലിരുന്ന്, ഈ കസേരയിലിരുന്ന് ഇപ്പോഴനുഭവിക്കുന്ന വേദന ആ താടിക്കുന്ന കൈ അങ്ങെടുത്തിട്ട് അവനവനോട് പറയുക, ഐ ആം യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? അനന്യത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും പറയാമോ? അനന്യത ഉറക്കെ പറഞ്ഞോളൂ. വ്യത്യസ്തര. നല്ല ഉത്തരാണ്. ഒന്നുപോലെ മറ്റൊന്നില്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് അനന്യത. യുണീക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയും. ഒരാളെ പോലെ 9 പേരുണ്ടെന്ന് ആരാണ് പച്ചക്കള്ളം പറഞ്ഞത്? ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ നോക്കൂ. ഈ സൈസ് ഒരെണ്ണത്തിന് ആഫ്രിക്കയുടെ മൂലയ്ക്ക് പോലും കിട്ടത്തില്ല. ഈ ഒരു ഐറ്റം വെൺമണിയിൽ മാത്രം ഉള്ളതാണ്. ഇതുപോലൊരെണ്ണത്തിനെ കിട്ടുകയല്ല. ശരിയല്ലേ? നമ്മളൊരു പെർഫ്യൂം ഷോപ്പിൽ കയറൂ, ഒരു പെർഫ്യൂം മേടിക്കാൻ. ഓരോന്നും എടുത്ത് നമ്മളിങ്ങനെ മണപ്പിച്ച് നോക്കും അല്ലേ? പരമാവധി എത്ര തരത്തിലുള്ള ഫ്രാഗ്രൻസ് ഉണ്ടാവും? എത്ര വലിയ ലുലു കയറിയാലും ഒരു 50 60 അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഗന്ധം പോലും അന്റാർട്ടിക്കയിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് പോലും കാണത്തില്ല. അതുകൊണ്ടാണ് പോലീസ് വന്നായ നമ്മുടെ പുറകെ കൃത്യമായിട്ട് വരുന്നത്. പിന്നെ ഇതെന്താണ്? തമ്പ് ഇംപ്രഷൻ, വിരൽ മുദ്ര. ലോകത്തൊരാൾക്കും ഇല്ല. ചുരുക്കത്തിൽ സുഹൃത്തെ, ഇതാണ് ആവർത്തനമില്ലാത്ത ഒന്നാണ് നമ്മൾ. പോരെ? നമ്മളെപ്പോലെ ഒരാൾ 2022 വരെ ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാവത്തുമില്ല. അതുകൊണ്ട് ഞാൻ യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാനൊരു വേസ്റ്റ് ആണെന്ന് എൻ്റെ പൊന്നു സുഹൃത്തെ പറയല്ലേ. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ബലപ്പെടണം. ഒരു കാര്യം ഞാൻ പറയാം, ആരോ പറഞ്ഞതാണ്. നമുക്ക് പിടുത്തം കിട്ടിയാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ഒരാൾ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പുള്ളി ആർക്കും വാക്ക് തന്നിട്ടില്ല. പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് അവിടെ വെറുതെ ഇരിക്കാതെ. നമുക്ക് പിടുത്തം കിട്ടിയാലും ഇല്ലെങ്കിലും കാണാവുന്ന ദൂരത്തിൽ ഒരാൾ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കോവിഡ് വരാം, മാറാം, സന്ധിവേദന കൂടാം, കുറയാം, ഷുഗർ കൂടാം, കുറയാം, ജോലി കിട്ടാം, കിട്ടാതിരിക്കാം, മാർക്ക് കുറയാം, കൂടാം. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ടോ? ഉറക്കെ പറ. പക്ഷെ എല്ലാ കാലത്തും കൂടെ ഇരിക്കാമെന്ന് ചെവിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് മതി. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇത്രയും പോരെ മച്ചാനെ, പിടിച്ചു നിൽക്കാൻ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. അതുകൊണ്ട് വെൺമണിയിൽ ആരും ഇനി ദൈവം ഉണ്ട് എന്ന് പറയരുത്. ഈ വൃത്തികെട്ടതിനെ എന്തിനാച്ചോ വിളിച്ചതല്ലേ? വെൺമണിയിൽ ആരും ഇനി ദൈവം ഉണ്ടെന്ന് പറയരുത്. ദൈവമുണ്ട് എന്ന് പറയുന്നൊരു അറിവ് മാത്രമാണ്, നമ്മളെ സഹായിക്കില്ലത്. പിശാചിനറിയാം ദൈവം ഉണ്ടെന്ന്. പറയേണ്ടത് ഇങ്ങനെയാണ്, ദൈവം ഉണ്ടല്ലോ, അതൊരു ബോധ്യമാണ്. മറ്റതൊരു നോളജാണ്, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ദൈവമുണ്ട് എന്നുള്ളതൊരു അറിവും ദൈവമുണ്ടല്ലോ എന്നുള്ളതൊരു ബോധ്യവുമാണ്. ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടം മാറില്ല. പക്ഷേ ആർത്തലച്ചു വരുന്ന കണ്ണീരിന്റെ തിലമാലകൾക്ക് മുമ്പിൽ ചങ്കില് കൈവച്ചിട്ട് എനിക്കെൻ്റെ ദൈവമുണ്ടല്ലോ, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്.
അതുകൊണ്ട് ദൈവമുണ്ട് എന്ന് പറയല്ലേ. പിന്നെ എന്നെ പറയണം? ദൈവമുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പറയണം, ഐ ആം യുണീക്ക്, എന്നെ പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എന്നെ ദൈവത്തിന് വേണം. നമ്മളൊക്കെ എന്തായിരുന്നു? ഇന്നലകളെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. അമ്മയുടെ ഉദരത്തിൽ മുളച്ചപ്പോൾ ഒരൊറ്റ കോശമായിരുന്നു നമ്മൾ. ആ കോശത്തിൽ നമ്മുടെ ചുരുണ്ട മുടിയും നമ്മുടെ ചിരിയും നമ്മുടെ ചലനവും നടത്തവും നമ്മുടെ സംഗീതവും നമ്മുടെ വർത്താനവും എല്ലാം ഉണ്ടായിരുന്നു, അല്ലേ? ഇവിടെ വരെ എത്തിയത് ആ ഒറ്റ കോശത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കവിത ഒഴുകി ഇറങ്ങുന്നുണ്ട് 139 സങ്കീർത്തനത്തിൽ. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ, എൻ്റെ വഴികളൊക്കെ നിനക്ക്. എന്ത് രസമായിട്ടാ പറഞ്ഞു. ഇതുപോലെ പറയുന്ന ഏത് പുസ്തകമുണ്ട് ചരിത്രത്തിൽ? മനുഷ്യനെ ഇങ്ങനെ വ്യക്തിപരമായി അറിയുന്ന. ഇതുപോലെ ജീവിക്കാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങളുടെ ചങ്കിലൊരു വലിയ ഭാരം ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പറയണം, ഐ ആം യുണീക്ക്, ഞാൻ അനന്യനാണ്, എന്നെ പോലെ വേറെ ആരും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ കർത്താവ് 3.5 വർഷം കേട്ട തെറിവിളികൾ, 3.5 വർഷം അനുഭവിച്ച സങ്കടം, വേദന, കണ്ണീര്, എന്തെല്ലാം. തുടങ്ങിയപ്പോൾ അപ്പന് വിളി കേട്ടോണ്ടാ തുടങ്ങി, തീർന്നപ്പോഴും അപ്പന് വിളി കിട്ടി കർത്താവിന്. തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട്. ഇത്തിരി വൃത്തിക്കും വെനയ്ക്കും എഴുതിക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പറഞ്ഞത് ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ ഈ കല്ല് അപ്പാകട്ടെ എന്നാണ്. വിശന്ന് പണ്ടാരടങ്ങി നിൽക്കുമ്പോൾ ആരെങ്കിലും അപ്പന് വിളിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ തലത്തുണിയൊക്കെ ഇട്ട് മോക്ഷയാത്രയാണിത് പാടുവോ? നമ്മുടെ തനി കൊണം നമ്മൾ കാണിക്കും. ആ അപ്പന് വിളി കേട്ടോണ്ടാ കർത്താവ് തുടങ്ങിയത്. കുരിശിൽ ഇങ്ങനെ ഒരൊറ്റ മുറിവായിട്ട് കിടക്കുമ്പോൾ താഴെ കൂടെ പോയൊരു പാർട്ടി പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ശതാധിപൻ. അതും അങ്ങനല്ല പറഞ്ഞിട്ട്, ചുണയുള്ള അപ്പൻ്റെ മോനാണ് ഇറങ്ങി ഓടാന്ന് പറഞ്ഞത്. ഒരു തലവേദനയെങ്കിലും എടുക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും അപ്പന് വിളിച്ചാലോ? കൊള്ളാം, അത് തന്നെ. ഇങ്ങനെ അപ്പന് വിളി കേട്ടോണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടോണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ആര്? കർത്താവ്. അപ്പൊ പള്ളിക്ക് വേണ്ടി, വെൺമണി പള്ളിക്ക് വേണ്ടി ആരെങ്കിലും ചീത്തവിളി തരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ പരിഹസിക്കുന്നെങ്കിൽ, ഇത് മാത്രം ഓർത്തേക്കുക, അപ്പന് വിളി കേട്ടോണ്ട് തുടങ്ങിയും അപ്പന് വിളി കേട്ടോണ്ട് അവസാനിപ്പിക്കുന്നത് ഒരാളുടെ പുറയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോരെ, ഇതിനൊക്കെ കർത്താവിനെ ബലപ്പെടുത്തിയത് എന്തെന്നറിയാമോ? ഞാൻ പറയും, യോർദാനിൽ സ്നാനമേറ്റ് തുടങ്ങുമ്പോൾ സ്വർഗം ഒരു വാക്ക് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ സ്വന്തം മക്കളെ. നീ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പരസ്യ, മോനോടുള്ള അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പരസ്യമാ, എൻ്റെ സ്വന്തം നീ, യു ആർ മൈ ബിലവഡ്. യോർദാനിലെ വെള്ളത്തേക്കാൾ തണുപ്പുണ്ട് ആ വാക്കിന്, ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം, ആ വാക്കിൻ്റെ തണുപ്പ് ആർക്കെങ്കിലുമൊക്കെ സ്വന്തമാകാം. നിങ്ങൾ കത്തെഴുതിയിട്ടുണ്ടോ? ഇപ്പം വീഡിയോ കോളാ. പണ്ട് കത്തെഴുതിയിട്ടുണ്ടോ? ഇല്ല. യെസ്, പഴയ കത്ത് വല്ലതും ഇരിപ്പുണ്ടോ? കുടുംബകലം ഉണ്ടാക്കി തന്നെ ഓരോന്ന് കറുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയുള്ളല്ലേ. പഴയ കത്ത് വേണ്ട, പോട്ടെ, അതും പോട്ടെ. ആ പഴയ 75 പൈസയുടെ ഇളം നീല നിറമുള്ള ഒരു ഇല്ലാണ്ടൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളുടെ ഒക്കെ പ്രായമുള്ളവർക്ക് ഇത്തിരി കൂടെ പഴയത് ഓർമ്മ വരുമായിരിക്കും. ആട്ടെ, നമ്മൾ കത്തെഴുതി തുടങ്ങിയപ്പോൾ ആദ്യം എഴുതി എന്താ? എന്നാ ദൈവത്തിന് സ്തുതി, ഒന്ന് ഭക്തിയായിരുന്നു. അടുത്ത വരി എന്തായിരുന്നു? എത്രയും പ്രിയപ്പെട്ട എൻ്റെ ഇച്ഛായൻ അറിയുന്നതിന് അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെയും പരമസുഖം. എന്നാ ഫോർമാലിറ്റി ആയിരുന്നേ. ഒരു 3-4 വരി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോർമാലിറ്റിയൊക്കെ മാറി. എന്നിട്ട് റബ്ബറിൻ്റെ കമ്പൊടിഞ്ഞതും ആട് പ്രസവിച്ചതും തൊഴുത്തിൻ്റെ ഓട് പൊട്ടിയതും നമ്മൾ എഴുതി, അല്ലേ? കുനുകുനാന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ ഇല്ലൻ്റെ തിരിച്ചു വെക്കുമ്പോൾ 2 വരി എഴുതാനുള്ളൊരു വലിയ പുള്ളികളായിരിക്കുന്നത്, ഓർക്കുന്നുണ്ടോ? അവിടെയും എഴുതി. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഈ കത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? എന്ന്
പറയുന്നേ ഇച്ചായൻ്റെ അടുത്ത കത്ത് വരാൻ ആ പഞ്ഞം പിടിച്ച കാലത്ത് 2 മാസം കഴിയണം. ഓർത്ത് നോക്കിക്കേ, അടുത്ത കത്ത് വരണത് വരെ നമ്മുടെ മനസ്സിനെ തണുപ്പിച്ച വാക്ക്, എനിക്കെൻ്റെ ഒരു സ്വന്തമായ ഒരാൾ അകലങ്ങളിലുണ്ട് എന്നതാ. ഇതാണ് യുണീക്ക്നെസ്. അകലങ്ങളിൽ എനിക്കൊരപ്പൻ സ്വന്തമായിട്ടുണ്ട്. യെസ്, ഐ ആം യുണീക്ക്. നമുക്ക് 4 പദവി ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ നിരാശപ്പെട്ടിരിക്കുന്ന ചില മുഖങ്ങളെ ഞാൻ കാണുന്നു. ചിലരെയൊക്കെ കണ്ടിട്ട് സങ്കടത്തോടെ ഇരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന 4 പദവികൾ. ആസ് എ ക്രിസ്ത്യൻ വി ഹാവ് 4 പ്രിവിലേജസ്. 1, വി ആർ എലക്റ്റഡ്. കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഉറക്കെ പറയണേ. എന്താ നമ്മുടെ 1ാമത്തെ പദവി? എലക്റ്റഡ്. ഉറക്കെ പറഞ്ഞേ. എലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തെരഞ്ഞെടുത്തു. നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് എന്നാ? ചുമ്മാ പറഞ്ഞോളൂ. മാമോദിയ സമയത്ത് ഉഗ്രൻ ഉത്തരമാണ്. വേദപുസ്തകത്തിലോട്ട് പോയിട്ട് പറ. പഴയ നിയമം പറയുകയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് യിരെമ്യാ 1-ാം അധ്യായത്തിലും 139-ാം സങ്കീർത്തനത്തിലും ഒക്കെ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണനെ അമ്മയുടെ ഉദരത്തിൽ, ബിഫോർ ദ ബർത്ത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നാൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ പറയും, ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. വി ആർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. അതൊരു വേദശാസ്ത്രം, അതിനകത്തോട്ട് പോകാൻ സമയമില്ല. അവനിൽ ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി. ഏത് പാട്ടാണ്? യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം. പഴയ പാട്ടിൻ്റെ ചാരുത. ലോകസ്ഥാപനത്തിന് മുമ്പേ വി ആർ എലക്റ്റഡ്. 1ാമത്തത് എലക്റ്റഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന 2ാമത്തെ പദവി, വി ആർ സെലക്റ്റഡ്. എന്താ? എന്നെ രൂക്ഷമായിട്ട് നോക്കാതെ ഉത്തരം പറ. 2, സെലക്റ്റഡ്. ഉറക്കെ പറഞ്ഞേ. എന്താ സെലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ? അതും തെരഞ്ഞെടുപ്പാണോ? എലക്റ്റഡ് തെരഞ്ഞെടുപ്പാണ്, സെലക്റ്റഡോ? കുഴക്കണ ചോദ്യം ചോദിക്കരുത്. എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാം? PSCയുടെ 6 റാങ്ക് ലിസ്റ്റ് പേര് കിടപ്പുണ്ട്, പക്ഷെ ഇതുവരെ പണി. എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ് സെലക്ഷൻ. എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ് തെരഞ്ഞെടുപ്പിനകത്തുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു മനുഷ്യ ജന്മമായി ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തെങ്കിൽ രാജകീയ പുരോഹിതവർഗമായി, വിശുദ്ധ വംശമായി, ദൈവജനമായി. എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ. അപ്പൊ 2 പദവി. 1, ഉറക്കെ പറഞ്ഞേ. ചിലരൊക്കെ വാടി കരിഞ്ഞു ഇവിടെ ഇരിക്കുക. 1, 2, 3, വി ആർ അപ്പോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ, അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിയമനം. ഇന്ന് വൈകുന്നേരം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വല്ല അപ്പോയിന്റ്മെന്റും ഉണ്ടോ? ഇല്ല, ഒരു അപ്പോയിന്റ്മെന്റും ഇല്ല. എന്നാൽ ഞാൻ തിരിച്ചു വേറൊരു ചോദ്യം ചോദിക്കാം. അപ്പോയിന്റ്മെന്റ് നിയമനമാണ്. ഇന്ന് പകലൊരു നിയമനവും കിട്ടിയിട്ടില്ല. അപ്പോയിന്റ്മെന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താ ഇംഗ്ലീഷിൽ? ഇംഗ്ലീഷ് പഠിപ്പിക്കാറങ്ങിയല്ലേ? ഉറക്കെ പറ. ഡിസപ്പോയിന്റ്മെന്റ്. ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ളതിന്റെ മലയാളം അർത്ഥം എന്താ? നിരാശ. അങ്ങനെ ശരിയാവത്? അപ്പോയിന്റ്മെന്റ് നിയമനമാണെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് എങ്ങനെയാ നിരാശയാവുന്നേ? അങ്ങനെയാ?
അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സന്ധ്യയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻമെന്റ് ഉണ്ടോ? ഒന്നുകിൽ കരയ്ക്കൂടെ അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ. നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഇല്ലെന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു ഡിസപ്പോയിൻമെന്റും ഇല്ലെന്ന്. ഇന്ന് കരയാൻ സന്ധ്യയ്ക്കൊരു കാരണം തന്നിട്ടില്ല. ഇന്ന് നൊന്തിരിക്കാൻ ദൈവം ഒരു കാരണം തന്നിട്ടില്ല. ഡിസപ്പോയിന്റഡ് അല്ല. ഡിസപ്പോയിന്റഡ് അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അതും ഉത്തരം പറയില്ല. ഉണ്ടെന്ന് പറയണം. കാരണം ഇന്ന് നാം നടന്ന വഴി അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിചാരിക്കുക അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ അത്ഭുതം നടക്കുന്നതാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭൂതമല്ലാത്തതെന്തോ അതാണ് അത്ഭുതം. എന്താണ് ഭൂതം? ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. അതല്ല. ഭൂതം എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഭൂതകാലം. ഭൂതമല്ലാത്തതാണ് അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടക്കാത്തത് ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ, നാം ഇന്ന് നടന്ന വഴികൾ പുതിയതായിരുന്നു, നാം ഇന്ന് ശ്വസിച്ച വായു പുതിയതായിരുന്നു, നാം ഇന്ന് കുടിച്ച ജലം പുതിയതായിരുന്നു, നാം ഇന്ന് അനുഭവിച്ച കൃപ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നമ്മളെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ഒരു വെള്ള പുതപ്പിക്കപ്പെട്ട ഒരു സന്ധ്യയാണ് ഈ രാത്രിയെങ്കിൽ പറയൂ സ്നേഹിത, ഇന്ന് സന്ധ്യയ്ക്ക് നമ്മൾ അപ്പോയിന്റഡ് ആണോ? നിങ്ങളെ കൊണ്ട് പറയിക്കാതെ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുകയല്ല. പറ, ഇന്ന് സന്ധ്യയ്ക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഉറക്കെ പറ, അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഉണ്ട്. അനുഭവിച്ച കൃപ, അതാണ് അപ്പോയിന്റ്മെന്റ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നാലാമത്തെ പദവി, വി ആർ അനോയിന്റഡ്. അനോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം അഭിഷേകം. അഭിഷേകം ഉണ്ടോ? കേട്ടില്ല. അഭിഷേകം ഉണ്ടെന്ന് പറയുന്നത് ഉണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറയണം. അഭിഷേകം ഉണ്ടോ? ആ മാമോദീസ തൊട്ടിയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് ഈ ചുവന്ന കയറ്റുവായിൽ നിന്ന് കൃപയിൽ പൊതിഞ്ഞിറങ്ങിപ്പോയതാ നമ്മള്. ദിനംതോറും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പോക്കൊക്കെ കണ്ട ഒരു അഭിഷേകം ഇല്ലെങ്കിലും ഉണ്ട്. അതിൻ്റെ ലിറ്റർജിക്കലായ വേദശാസ്ത്രപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് കിട്ടിയ ഒരു അഭിഷേകത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമുക്ക് കിട്ടിയ അഭിഷേകം ഏതാണെന്നറിയാമോ? നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട്. അതെന്തിനാ ഞാൻ ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞെന്നറിയാം? ഞാനൊരു വേസ്റ്റാണ്, ഞാനൊരു യൂസ്ലെസ് ആണ്, എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി, എനിക്ക് മരിച്ചാൽ മതി, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോ നിന്റെ കൂട്ടുകാരിൽ പരമായി കുഞ്ഞേ നിന്നെ ആനന്ദതൈലം കൊണ്ട്. ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ അനോയിൻമെന്റ്, ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്, മറ്റു പലർക്കും കൊടുക്കാത്തൊരു കൃപ. നാം ഇനിയും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ യൂസ്ലെസ് അല്ല, നമ്മൾ യൂസ്ഡ് ലെസ്സാ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും നമ്മളെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് യൂസ്ഡ് ലെസ്. ആർക്കും കൊടുക്കാത്ത ഒന്ന് ഞാൻ പറയട്ടെ, ഇത് ഹൃദയത്തിൽ കുറിച്ച് വെക്കണം. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാത്തൊരു അഭിഷേകം ദൈവം നമുക്ക് തരും. ആവർത്തിക്കട്ടെ, ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാത്തൊരു അഭിഷേകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാത്തൊരു അഭിഷേകം ദൈവം നമ്മുടെ വീട്ടിൽ തരും. 8 നോമ്പിൽ ഉറച്ചു വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അനോയിന്റഡ്. നമ്മളത് അറിയുന്നില്ല. ദൈവം ഈ തന്നിരിക്കുന്ന ഒരു കൃപയുടെ ബലമുണ്ടല്ലോ. നിങ്ങൾ ചുമ്മാ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തെങ്ങ് നിപ്പില്ലേ? ഉണ്ടോ? അതോ റബ്ബർ മാത്രമേ ഉള്ളൂ? ഉയരമുള്ള തെങ്ങ് നമ്മുടെ വല്യപ്പൻ നട്ട തെങ്ങ് നിപ്പുണ്ട്. നല്ല 10-20 അടി ഉയരത്തിൽ പോയിട്ടുണ്ട് അല്ലേ? 10-25 അടി ഉയരത്തിൽ പോയിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ തേങ്ങ അടത്തും. അന്തസ്സായിട്ട് തേങ്ങ തറ വീഴും. നമ്മൾ പൊതിക്കും. ആ തേങ്ങയുടെ ഉൾവശം പൊട്ടാറുണ്ടോ താഴെ വീണതുകൊണ്ട്? ഇല്ല. കാരണം അതിൻ്റെ തൊണ്ടിന് നല്ല ഘനമുണ്ട്. പച്ച തേങ്ങ, പച്ച നിറമുള്ള തേങ്ങ. ഇനി നമ്മുടെ വല്യപ്പൻ നട്ട തെങ്ങ ഇവിടെ നിൽക്കട്ടെ, നമ്മൾ ആർത്തി മൂത്തിട്ട് 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് വഴിയെ പോയവൻ്റെ തൈ മേടിച്ച് നട്ടു, അബദ്ധം പറ്റി. എന്നാലും 2 തേങ്ങ കായ്ച്ചു. ചുമന്ന തേങ്ങ, 12 അടി ഉയരം ഇല്ല, 10 അടി ഉയരമേ ഉള്ളൂ. അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് തേങ്ങ അടത്തിയിട്ടു. അത് ചുമന്ന തേങ്ങയായിരുന്നു. അതിൻ്റെ തൊണ്ടിന് ഇത്രേ കനയേ ഉള്ളൂ. എന്നിട്ടും നമ്മൾ പൊതിച്ചപ്പം അതിൻ്റെ ചിരട്ട പൊട്ടിയോ?
ഇല്ല. വെറുതെ ഒരു ആലോചിച്ച് നോക്കിക്കോ. ഓരോരുത്തൻ്റെയും വീഴ്ചയുടെ ആഘാതത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും പോരാട്ടങ്ങളുടെ ആഘാതങ്ങൾക്കനുസരിച്ച് നാം അറിയാതെ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ കൃപയുടെ അഭിഷേകം. 2 ബ്രീഡ്സിലുള്ള തെങ്ങിനോട് പോലും സ്വർഗത്തിലെ അപ്പനിങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ നരജന്മത്തോട്, ഈ സവിശേഷമായ നരജന്മത്തോട് ദൈവം കൃപയോടെ ഇടപെട്ടിട്ടില്ലേ? ഉണ്ടെങ്കിലുണ്ടെന്ന് പറ. ശബ്ദം കേട്ടില്ല. യെസ്. അപ്പോൾ ഞാനിനി പറയണത് ഉറക്കെ പറയണം. വി ഹാവ് 4 പ്രിവിലേജസ്. 1 എലക്റ്റഡ്, 2 കുഞ്ഞുങ്ങളെ ഉറക്കെ പറഞ്ഞു, 2 3 മറന്നല്ലോ, അപ്പോയിന്റഡ്. ദ 4th one, ദ അൾട്ടിമേറ്റ് അനോയിന്റഡ്. ആ ഒരു അഭിഷേകം. അതുപോലെ എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നതെന്ത്? ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. സങ്കീർത്തനങ്ങളുടെ മധ്യഭാഗത്ത് പല തവണ ആവർത്തിക്കുന്നൊരു വാക്യമായത്. എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നതെന്ത്? ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ പ്രിയപ്പെട്ടവരെ? നയഗര വാട്ടർഫോൾസ് ആണോ? താജ്മഹലാണോ? ഈഫൽ ടവർ ആണോ? ബുർജ് ഖലീഫയാണോ? പിന്നെ എന്താ? ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യനാണ്? അല്ല. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം അവനവന്റെ ചങ്കിൽ കൈവച്ചിട്ട് പറയണം, ഞാനാ. എൻ്റെ മുന്നിലിരിക്കുന്ന കോടീശ്വരന്മാർ, വെൺമണിപ്പള്ളിയിലെ കോടീശ്വരന്മാർ, എൻ്റെ മുന്നിലിരിക്കുന്ന ലക്ഷപ്രഭികൾ, വെൺമണിപ്പള്ളിയിലെ ലക്ഷപ്രഭുക്കന്മാർ, എന്തേ മുഖം ചുള്ളിക്കുന്നത്? ശരിയല്ലേ? കോടീശ്വരന്മാരുടെ ഒരു സദസ്സിനെ ഒരു ദിവസം 1,03,370 തവണ ഇടിക്കണ ഒരു ഹൃദയം കയ്യിലില്ലേ? SBI കിടക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കരുത് ഇവിടെ. ഞാൻ പറഞ്ഞപ്പോൾ ലക്ഷത്തിനധികം ഇടിക്കുന്നൊരു നീ ഹൃദയമില്ലാത്തവളാണെന്ന് നാട്ടുകാർ പറയുമെങ്കിലും ഉണ്ടല്ലോ ഒരെണ്ണം, അല്ലേ? ഒരു സെക്കൻഡിൽ നമ്മുടെ ചുവന്ന രക്താണുക്കളൊക്കെ ലക്ഷക്കണക്കിന് കോശങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? സ്പോഞ്ച് പോലെ ഇരിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, എന്നാ? ഹൃദയ ശ്വാസകോശം. 1100 ലിറ്റർ ഓക്സിജൻ പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു ടാക്സും കൊടുക്കുന്നില്ല. ഞായറാഴ്ച ഇടുന്ന 10 രൂപയാണ് ടാക്സ്. 1100 ലിറ്റർ മാങ്ങാണ്ടി പോലെ ഇരിക്കണ 2 സാധനം ഉണ്ടല്ലോ, എന്നാ? പറയൂ. 2 ഉണ്ടല്ലോ. 180 ലിറ്റർ രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. 639 മസിലുകൾ, 4448 ഞരമ്പുകൾ, 206 അസ്ഥികൾ. അങ്ങനെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തൊരു അതിശയം! ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? പറയൂ. അവനവനാ. ഇതൊക്കെ കളഞ്ഞിട്ട് ഒരു ചെറിയ സങ്കടത്തിന്റെ പേരിൽ, എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ എന്തിനാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഒരുപക്ഷെ താങ്കളുടെ മകൾ താങ്കളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാവാം, താങ്കളുടെ മകൻ താങ്കളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വസ്ഥത തരുന്നില്ലായിരിക്കാം. പക്ഷേ മറന്നു പോകരുത്, ദൈവം ഇത്ര കരുതിയിട്ടില്ലേ? നമുക്ക് പാർക്കാൻ സുന്ദരമായ ഭൂമി തന്നിട്ടില്ലേ? നമ്മുടെ അയൽവക്കത്തെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ അയൽവക്കം മോശ, അപ്പുറത്തെ വീടല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അപ്പുറമുള്ള വലിയ കാര്യങ്ങളാണ്. നെപ്റ്റ്യൂൺ നമ്മുടെ അപ്പുറത്തൊരു ഗ്രഹമാണ്. കഴിഞ്ഞ 400 വർഷമായി, അല്ല, അവിടെ കാറ്റിൻ്റെ വേഗം 3600 കിലോമീറ്ററാണ്. വ്യാഴം നമ്മുടെ അപ്പുറത്തെ ഗ്രഹമാണ്. കഴിഞ്ഞ 400 വർഷമായിട്ട് അതിശക്തമായ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ശനി ദ്രാവക മീഥൈനാ പെയ്യുന്നത്. ശനിയുടെ അപഹാരമല്ല, അതൊക്കെ സൾഫ്യൂറിക് ആസിഡാ, ശുക്രൻ, ഇങ്ങനെയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മളൊരു ചാറ്റമഴ പെയ്യുമ്പോഴേ പ്രതികൂല കാലാവസ്ഥയാണെന്ന് പറഞ്ഞ് കൊടയമടക്കി അകത്ത് കയറുന്നത്. അത്ര കൃപയോടെ, അനുഗ്രഹത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താ? 365 ദിവസങ്ങൾ, 8760 മണിക്കൂറുകൾ, 5,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ. ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ
ഫൈനൽ ഇയറിൽ ഒരു വിഷയത്തിന് തോറ്റ കുട്ടിയോട് ചോദിക്കണം, സപ്ലി അടിച്ചവനോട്. ഇവിടെ ഉണ്ടോ ഒരു വിഷയത്തിന് സപ്ലി അടിച്ചവനുണ്ടോ? ഇല്ലച്ചോ, ഞങ്ങൾ ഒരു വിഷയമായിട്ട് എടുക്കുകയല്ല. അവൾ പറയും ഒരു വർഷത്തിന്റെ വില, ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ മാസം തികയാതെ 7-ാം മാസത്തിലോ മറ്റോ ഒരു കുഞ്ഞിനെ നൊന്തുപെറ്റ ഒരു അമ്മയോട് ചോദിക്ക്. ഒരു 50 ഗ്രാം തൂക്കം തൻ്റെ കുഞ്ഞിന് കൂടാൻ വേണ്ടിയിട്ട്, ആ കുഞ്ഞിന്റെ നിറമിത്തിരി മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കമിളച്ച് കണ്ണീരോടെ കാത്തിരിക്കുന്ന അവള് പറയും ഒരു മാസത്തിന്റെ വില. ഒരു മണിക്കൂറിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുക, അവള് പറയും ഒരു മണിക്കൂറിന്റെ വില. ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ, ഒരു മിനിറ്റിന് ചെങ്ങന്നൂരിന്ന് ട്രെയിൻ നഷ്ടപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു മിനിറ്റിന് ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടവരുണ്ടോ? അവര് പറയും ഒരു മിനിറ്റിന്റെ വില. ഒരു സെക്കൻഡിന്റെ വില 9.58 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി തീർത്ത ഉസൈൻ ബോൾട്ടിനോട് ചോദിക്ക്, സെക്കൻഡിന്റെ വില പറയും. അതിന് കാനഡയ്ക്ക് വിളിക്കണമല്ലോ, വേണ്ട, നമ്മുടെ PT ഉഷയോട് ചോദിക്ക്. സെക്കൻഡിന്റെ 100 അംശത്തിന് ഒളിമ്പിക്സിൽ ഹർഡിൽസിൽ വെങ്കലം നഷ്ടപ്പെട്ട കഥ ആ സ്ത്രീ പറയും. നമ്മുടെ ജീവിതം എങ്ങനെ പൊക്കോണ്ടിരിക്കുക? കരയല്ലേ, സങ്കടപ്പെട്ടിരിക്കാൻ സമയമില്ല. സ്വയം പറയുക, ഐ ആം യുണീക്ക്. എന്നെ പോലെ പറയൂ, എന്നെ പോലെ മറ്റാരുമില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പരീക്ഷ ഹോള് പോലെയാണ്. ഈ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയതുപോലല്ല. പുറകിലിരിക്കുന്ന നിങ്ങളല്ലേ, നിങ്ങളും ഞാനും ഒക്കെ പരീക്ഷ എഴുതിയ ദിവസം ഒന്ന് ഓർത്ത് നോക്കി. 9-ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പരീക്ഷ ഉദാഹരണം. രാവിലെ 10 മണിക്ക് പരീക്ഷ തുടങ്ങി. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? ഉറക്കെ പറ. വായിച്ചു നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? കുരിശു വരച്ചു. എന്നിട്ട് പേപ്പർ മാർജിൻ ഇട്ടു. ദൈവമേന്നും പറഞ്ഞു, മിന്നിച്ചേക്കണേന്നും പറഞ്ഞാണ് എഴുതി തുടങ്ങിയത്. 1 ഭംഗിയായിട്ട് എഴുതി, 2 അടിപൊളിയായിട്ട് എഴുതി, 3 ആഗ്രഹത്തോടെ എഴുതി, 4 ആവേശത്തോടെ എഴുതി, 5, 6, 7 വൃത്തിയായിട്ട് എഴുതി. 11ാമത്തെ ഉത്തരം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പകുതി മറന്നുപോയി. നമ്മൾ എന്ത് ചെയ്തു? 2 വരി വിട്ടിട്ട് എത്ര എഴുതി? 12 എഴുതി. 13 ഒരു വരി എഴുതിയപ്പോൾ ബാക്കി മറന്നുപോയി. നമ്മൾ എന്ത് ചെയ്തു? 4 വരി വിട്ടിട്ട് ഏതെഴുതി? 15 എഴുതി. 16, 17, 18 എഴുതിയില്ല. ഒരുമാതിരി 25 ചോദ്യങ്ങളും എഴുതി തീർന്നപ്പോൾ മണി 11:15. ഓർക്കുന്നുണ്ടാ? 12 മണിക്ക് പേപ്പർ കൊടുക്കാനൊക്കെ 45 മിനിറ്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യും? കടന്നുകൂടുമോ എന്ന് ഒരു രക്ഷയുമില്ല. കുറച്ചു നേരം സാറിൻ്റെ കണ്ണിൽ നോക്കിയിരുന്നു. പുള്ളി മൈൻഡ് ചെയ്തില്ല. പിന്നെ അടുത്തിരുന്ന് എഴുതിയൊക്കെയുള്ള പേപ്പറിൽ എത്തി നോക്കി. ഇന്നലെ കോലുമിട്ടായി മേടിച്ച കൊടുത്ത ഗുണം പോലും അവൾ കാണിച്ചില്ല. അവൾ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? ഡെസ്കിൽ താമരപ്പൂവിൻ്റെ പടം വരച്ച് വെറുതെ ഇരിക്കുകയല്ലേ. പിന്നെ പേനയുടെ മണ്ട ഊരി റീഫില്ലിൽ കലാപരിപാടി നടത്തി. ഇവിടെ ഇരിപ്പുണ്ട്. വല്ലച്ചാലും 11:55 ആയപ്പോൾ ഒരു മണി അടിച്ചു. ആ മണിയുടെ അർത്ഥം എന്താ? ഓ, പറയുന്നേ, കുത്തിക്കെട്ടിക്കോളാം. ദൈവം സഹായിച്ച് കുത്തിക്കെട്ടാൻ ഒത്തിരി ഇല്ലായിരുന്നു. ഉള്ളത് വാരി കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എഴുതാതെ വിട്ട 11ാമത്തെ ചോദ്യത്തിൻ്റെ പകുതി ഓർമ്മ വരുന്നു. പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം 1/2 പേജിൽ കവിയാതെ ഉപന്യസിക്കുക. ഓർമ്മ വരുന്നു. എന്നെ എഴുതാന്നറിയാമോ? പടപട എഴുതുകയാണ്. അപ്പോൾ സമയം 11:58. അതങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോഴാണ് എഴുതാതെ വിട്ട 13ാമത്തെ ചോദ്യം. ടിപ്പു സുൽത്താൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഒരു ഖണ്ഡികയിൽ ഉപന്യസിക്കുക. ഓർമ്മ വരുന്നുണ്ട്. പുള്ളി പോയ വഴിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എഴുതുകയാണ്. എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തീരുന്നതിന് മുമ്പ് 12ന്റെ ബെല്ലും അടിച്ചു. സാറ് വന്ന് നമ്മുടെ പേപ്പറിന് പിടിച്ചു. കൊടുത്തോ? ഇല്ല. പക്ഷെ കൊണ്ടുപോയോ? കൊണ്ടുപോയി. റിസൾട്ട് വന്നപ്പം മാർക്ക് എത്ര ഉണ്ടായിരുന്നു? സത്യം മാത്രമേ പുറകിലിരിക്കുന്നവർ പറയാവൂ. ഞാൻ പറയാം, 17.5. അടുത്ത കാലത്ത് മറന്നുപോയൊരക്കമാണത്. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറയുന്നത് ഈ പരീക്ഷ ഹോള് പോലെയാണ്. നമ്മൾ നല്ല ഉത്തരങ്ങൾ എഴുതി ബാല്യത്തിൽ, കൗമാരത്തിൽ പ്രാർത്ഥിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. ആര് വീട്ടിൽ വന്നാലും സങ്കീർത്തനം പഠിച്ചത് ചൊല്ലിക്കേൾപ്പിക്കും. പ്രാർത്ഥിക്കാൻ പായിടുന്നതിൻ്റെ കൊട്ടേഷൻ നമ്മളായിരുന്നു എടുത്തിരുന്നത്, അല്ലേ? പള്ളിയിൽ പോയ മുന്നിൽ നിൽക്കും. സൺഡേ സ്കൂളിൽ ഉത്സാഹം. നല്ല കുട്ടിയായിരുന്നു. ശൈശവത്തിലും കൗമാരത്തിലും എത്ര മിടുക്കരായിരുന്നു നാം. ദൈവത്തിന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി. നീ എഴുതാതെ വിട്ട ഉത്തരങ്ങൾ യൗവനത്തിലാണ്.
വഴിതെറ്റിപ്പോയ ഉത്തരങ്ങൾ 20കളിലാണ്. ആരും കാണുന്നില്ല എന്ന് കരുതി രഹസ്യ പാപങ്ങളിലൂടെ സഞ്ചരിച്ചത് 25കളിലാണ്. പാതി മറന്നുപേക്ഷിച്ച ഉത്തരങ്ങൾ 30കളിലാണ്. വഴിപിഴച്ച യൗവനവും മധ്യവയസ്സിൻ്റെ തുടക്കവും ഒക്കെ ഓർത്തിട്ട് കുത്തിക്കെട്ടാൻ പ്രായമാകുന്നൊരു കാലമുണ്ട്. വെൺമണിപ്പള്ളിയുടെ മുഖപ്പെ മണിയടിക്കാറാകുന്നൊരു കാലമുണ്ട്. അപ്പോഴാണ് ഓർമ്മ വരിക, എഴുതാതെ വിട്ട ഉത്തരങ്ങൾ. കുറെ കൂടെ ഭേദപ്പെട്ട് ജീവിക്കാമായിരുന്നു, കുറെ കൂടെ നേരെ ചൊവ്വയാകാമായിരുന്നു എന്നൊരു തോന്നൽ വരുമ്പോഴേക്കും വൈകിപ്പോകും. ജീവിതം എങ്ങനെയാണ്? പരീക്ഷ ഹോള് പോലെയാണ് പ്രിയപ്പെട്ടവരെ. ഓർക്കുക, ജീവിതം ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്വയം പറയുക, ഐ ആം യുണീക്ക്, എന്നെ പോലെ ആരുമില്ല, എനിക്ക് ഭാരപ്പെടാൻ നേരമില്ല, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ നേരമില്ല, ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടില്ല. സോക്രട്ടീസ് 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. അരിസ്റ്റോട്ടിൽ 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. പ്ലേറ്റോ 50 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. എൻ്റെ കർത്താവ് 3.5 വർഷം മാത്രം പഠിപ്പിച്ചു. വലിയ തത്വചിന്തകന്മാരും തത്വചിന്തകളും എവിടെ? ഇന്നില്ല. പക്ഷെ കർത്താവ് യേശുക്രിസ്തു ഒരു പടവും ഒരു ചിത്രവും വരച്ചിട്ടില്ല. പക്ഷെ മൈക്കിൾ ആഞ്ചലോയുടെ ചിത്രങ്ങളിൽ, ഡാവിഞ്ചിയുടെ ചിത്രങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വാധീനമുണ്ട്. യേശുക്രിസ്തു ഒരു കവിതയും രചിച്ചിട്ടില്ല. പക്ഷെ ഡിവൈൻ കോമഡി എഴുതിയ ഡാൻറ്റെ, പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ഇൻ മെമ്മോറി എഴുതിയ ലോർഡ് ടെന്നിസൺ തുടങ്ങി മലയാളത്തിൽ വള്ളത്തോൾ നാരായണമേനോൻ എഴുതി ആത്മാവെ ആത്മാവിൽ കൊണ്ട് കണ്ട ആനന്ദപൂർണനായി കന്യാപുത്രൻ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തെ വിലപിടിപ്പുള്ള കവികളിലെല്ലാം ക്രിസ്തുവുണ്ട്. യേശുക്രിസ്തു ഒരു ഗ്രന്ഥവും രചിച്ചിട്ടില്ല. പക്ഷെ ടോൾസ്റ്റോയി, ദസ്തയേവ്സ്കി, വിക്ടർ ഹ്യൂഗോ, പെരുമ്പടവം തുടങ്ങി ലോകത്തെ എണ്ണം പറഞ്ഞ എഴുത്തുകാരിൽ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു ഒരു പാട്ടും ചമച്ചിട്ടില്ല. പക്ഷേ ബിഥോവന്റെ സിംഫണികളിൽ, മൊസാർട്ടിൻ്റെ വരികളിൽ ക്രിസ്തു ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ലോകത്ത് മാനവ സംസ്കാരം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, മാനവിക മൂല്യങ്ങൾ എവിടെയെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ, അവയുടെ പിന്നിൽ സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ സ്വാധീനമുണ്ട്. അതിന് മതത്തിന്റെ അതിർവരമ്പുകളില്ല, ജാതിയുടെ വരമ്പുകളില്ല. ലോകത്ത് വിജയിച്ച മനുഷ്യരിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ ആരുണ്ട്? ഉറക്കെ പറ. ശാശാനയുള്ളൂ നിങ്ങൾ പറയുള്ളൂ. ഉറക്കെ പറ. കർത്താവുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തുദേവൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു. കണ്ണീരുകൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട്. നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹേർട്ട്സ് ബ്ലഡ്. ക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ പാദങ്ങളെ ചങ്കിലെ ചോര കൊണ്ട് കഴുകുമായിരുന്നു എന്ന് പറഞ്ഞത് ഭാരതീയ ആധ്യാത്മികതയുടെ ലോകം കണ്ട തേജോമയൻ വിവേകാനന്ദ സ്വാമിജികളാണ്. 1893 ചിക്കാഗോയിലെ വിശ്വമത സമ്മേളനത്തിലെ വിശ്വപ്രസിദ്ധമായ പ്രഭാഷണത്തിന് ശേഷം 1894 മദിരാശി കടപ്പുറത്ത് അദ്ദേഹം കപ്പലിറങ്ങുമ്പോൾ ആയിരങ്ങൾ തടിച്ചുകൂടി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ അടിമത്തത്തിൻ്റെ നുകത്തെ പൊട്ടിച്ചെറിയാൻ ജനത്തോട് ആഹ്വാനം ചെയ്ത് വിവേകാനന്ദ സ്വാമിജികൾ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: ലാസറേ പുറത്തു വാ. ഞാൻ വിവേകാനന്ദ സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത്. കേരളം കണ്ട ശ്രീനാരായണ ഗുരുവിന് ശേഷമുള്ള ഏറ്റവും വലിയ ശ്രീനാരായണീയൻ എന്ന് പറയാവുന്ന ഗുരു നിത്യ ചൈതന്യ യതി, ഒരു വലിയ ക്രിസ്തു ഭക്തൻ. സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നുപോയി. തളർന്നു പോകുന്ന നാളുകളിൽ തൻ്റെ അവസാനത്തെ കത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്. അവസാനത്തെ കത്തിൽ, കിഴക്ക് നിന്ന് എൻ്റെ കർത്താവിൻ്റെ പുഞ്ചിരി ഞാൻ കാണുന്നു എന്നിട്ട് എഴുതി, സൈന്യങ്ങളുടെ ദൈവമേ തിരുനിവാസം എത്ര മനോഹരം. അതാണ് ഗുരു നിത്യ ചൈതന്യതി. കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ, പേര് കേൾക്കുമ്പോൾ അറിയാം, ഒരു ഇസ്ലാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, എല്ലാ ക്രിസ്മസ് കാലത്തും അദ്ദേഹം പറയുന്ന ഒരു ക്രിസ്മസ് പ്രഭാഷണത്തിലാണ്, എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങളും ഒരു തവണ വായിച്ചു തീർക്കാറുണ്ട്. എത്രയോ കാലമായി എനിക്കിന്നതൊരു അനുഷ്ഠാനമാണ്. നാണം തോന്നുന്നുണ്ടോ നമുക്ക്?
എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങളും വായിച്ചു തീർക്കാറുണ്ടെന്ന് കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കെ രാധാകൃഷ്ണൻ സാർ ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, എല്ലാ ഏപ്രിൽ മാസത്തിലും ഞാൻ സുവിശേഷങ്ങൾ ഒരാവർത്തി വായിക്കാറുണ്ട്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട്. വെൺമണിക്കാരെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാ? മാമോദീസ മുങ്ങിയ നസ്രാണിയെ കുറിച്ചല്ല, ലോക ചരിത്രത്തിൽ വലിയ മനുഷ്യരെ കുറിച്ചാ. അതിൽ ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്, ഇസ്ലാം പണ്ഡിതന്മാരുണ്ട്, ലോകത്തിന്മേൽ ജയക്കൊടി പാറിച്ച വലിയ ചരിത്രകാരന്മാരുണ്ട്, കവികളുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം യേശു ക്രിസ്തു ഒരു കാരണമായിരുന്നു. പക്ഷേ പെരുന്നാൾ കൂടണ വെൺമണിക്കാരെ നമുക്കോ മഴയില്ലെങ്കിൽ പോയേക്കാം. We substitute Jesus Christ for our convenience. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിനെ മാറ്റിവെക്കുന്നവരാ. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിനെ മാറ്റിവെക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ എബ്രായർ കറക്റ്റ്, അതെ, കൊള്ളാം. വിശ്വാസം എന്നോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും ഉണ്ടോ? ഞാൻ എന്നോട് തന്നെയാ, ഉണ്ടോ? ടാഗോർ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്നത് പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ പ്രകാശത്തെ അനുഭവിച്ചു പാടുന്ന പക്ഷിയുടെ പേരാണ് വിശ്വാസം. പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ പ്രകാശത്തെ അനുഭവിച്ചു പാടുന്ന പക്ഷിയുടെ പേരാണ്, എന്ന് വെച്ചാൽ നേരം വെളുക്കുമെന്ന് വിചാരിച്ച് വെളുപ്പിന് 4 മണിക്ക് കൂകുന്ന കോഴിയുടെ പേരാണ് ഉണ്ടോ? വെൺമണിക്കാരോട് ഞാനൊരു ചെറിയ ഉദാഹരണം. ഒരു ഗോവേണി ഈ പള്ളിയുടെ തെക്കേ ഭിത്തിയെ ചാരി തന്ന കയറാമോ? ഇപ്പം കയറണ്ട, കയറാമോ? ഒരു ഗോവേണി മണ്ടയ്ക്കോട്ട് ചാരി തരുക, കയറാമോ? പറയൂ. കയറത്തില്ല? കയറാം. ഓക്കെ, കയറും. എല്ലാവരും കയറും. ഗോവേണിയാണ്, ഈസിയാണ്. ഒരുമാതിരി ഡിസ്കിന് പ്രോബ്ലം ഇല്ലാത്തവരെല്ലാം കയറും, തയ്യാറാണ്. അടുത്ത ചോദ്യം, മുകളിലത്തെ പടികൾ നോക്കാതെ കയറാമോ? ഉത്തരം കിട്ടിയിട്ടില്ല. മുകളിലത്തെ പടി നോക്കാതെ കയറാമോ? മുകളിലത്തെ പടി നോക്കാതെ കയറണതിൻ്റെ പേരാണ് നമുക്കില്ല, പോരാ ഞാൻ. അതാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. കാണാത്ത കാര്യങ്ങളുടെ മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ ഏതാണ്ട് കേട്ടിട്ടുണ്ടല്ലേ? അതല്ലിത്. മുന്നിലൊരു ചുവടു വയ്പാൻ, ഒരു ചുവട് വയ്ക്കാൻ മാത്രമിട കാണുന്നു ഞാൻ, അത്ര സ്ഥലേ കാണുന്നുള്ളൂ ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. സ്നേഹമുള്ളവരെ, ഓർക്കണം, അത്രോളം വിശ്വാസം നമുക്കില്ല. ഒന്നാമത് പറയുക, ഐ ആം യുണീക്ക്. ഞാൻ അനന്യനാണ്, എന്നെ പോലെ മറ്റാരുമില്ല, അതുകൊണ്ട് ഞാൻ ഭാരപ്പെടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എനിക്ക് ജീവിക്കണം. ഐ ആം എലക്റ്റഡ്, ഐ ആം സെലക്റ്റഡ്, ഐ ആം അപ്പോയിന്റഡ് ആൻഡ് ഐ ആം അനോയിന്റഡ്. ഒരു വാക്കുകൂടി പറയാനുണ്ടേ. ഒന്നിങ്ങനെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കുക, യുണീക്ക്നെസ്. 2, ഒത്തിരി സങ്കടം വരുമ്പോൾ, ഒത്തിരി ഭാരം വരുമ്പോൾ, നിരാശ കാട് കയറുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഐ ആം അൺഎലിജിബിൾ, ഞാൻ അയോഗ്യനാണ്. ഐ ആം അൺഎലിജിബിൾ. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരാതി പറയാറില്ലേ സുഹൃത്തെ?
ഉദാഹരണമായിട്ട്, ഞാൻ ഇത്രയൊന്നും അല്ല ആഗ്രഹിച്ചത്, ഞാൻ കുറേ കൂടെ പ്രാർത്ഥിച്ചത്, ഞാൻ മറ്റൊന്നായിരുന്നു ചിന്തിച്ചത്, ഇതെനിക്ക് വേണ്ടായിരുന്നു പറയാറില്ലേ? സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പരാതി പറയുമ്പോൾ, സ്നേഹിത, അതിൻ്റെ കൂടെ ഈ സാധനവും കൂടെ പറഞ്ഞോണം, കർത്താവേ, ഞാനിതിനൊന്നും യോഗ്യയല്ല. ഐ ആം അൺഎലിജിബിൾ, അഥവാ അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നെസ്. ഒന്ന്, യുണീക്ക് കോൺഷ്യസ്നെസ് അഥവാ അനന്യതാബോധം. രണ്ട്, അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നെസ് അഥവാ അയോഗ്യതാബോധം. ഞാൻ അയോഗ്യനാണ്, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. പറയോ കർത്താവേ, ഐ ആം അൺഎലിജിബിൾ. ആവർത്തനം 9:6 വചനം മറന്നു പോകരുത്. ആവർത്തനം 9:6 ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ കൂടി നടത്തി വാഗ്ദത്ത നാട്ടിലേക്ക് കയറ്റിവിടാൻ വേണ്ടി ഒരുങ്ങാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മോവാബ് സമതലത്തിൽ തമ്പടിച്ചിരിക്കുക. അവരോട് മോശ പറയുന്നൊരു കാര്യമുണ്ട്, എന്തെന്നറിയാം? മക്കളെ, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. എല്ലാവരും കേട്ടോ, ഒരിക്കൽ കൂടെ പറയാം. പ്രിയപ്പെട്ടവരെ, അവിടെ മോശ പറയുക, നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ. സഹോദരി, നിന്റെ മോളുടെ, നിന്റെ കുഞ്ഞിൻ്റെ നല്ല കാലം കാണാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, മക്കളുടെ വാഗ്ദത്ത നാട് കാണാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുടെ നന്മ കാണാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഓർക്കണം, നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നിനക്കൊരുപാട് ഈഗോയും എനിക്കൊരുപാട് കുഴപ്പങ്ങളും ഒക്കെയുള്ള ജാതിയ, എന്നിട്ടും നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ. ചുമന്ന മഷിക്ക് അടിവരയിട്ടോണം ആ വാക്യം. പരാതി പറയരുത് ജീവിതത്തെക്കുറിച്ച്. 2023 സെപ്റ്റംബർ ഈ രാത്രിയിൽ തിരിഞ്ഞു നോക്കിക്കേ. ഒരു 15 വർഷം മുമ്പ് നാം നീന്തിയ കണ്ണീർ പുഴകളുണ്ടാവും. നാം കടന്നുപോയ രോഗത്തിൻ്റെ ഇരുണ്ട താഴ്വരകളുണ്ട്. ഇന്നിങ്ങനെ ആരോഗ്യത്തോടെ കൃപയോടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടില്ല പലരും. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറ, പരാതി പറയാൻ എന്തവകാശമുണ്ട്? അൺഎലിജിബിലിറ്റി. നമ്മളൊക്കെ ആയിരിക്കുന്നത് ഒരു 2 അക്ഷരത്തിൻ്റെ ബലത്തില്ല. കൃപ. കൃപ. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇവിടെ ഗ്രേസിമാർ കാണും. ഗ്രാറ്റിസ് ഡാറ്റ, 2 വാക്കാ, ലാറ്റിൻ പദങ്ങളാ. ഗ്രാറ്റിസ് ഡാറ്റ, അതാണ് ഗ്രേസ്. അതിൻ്റെ അർത്ഥം വെറുതെ കിട്ടിയത്. വെറുതെ കിട്ടിയത്. കൃപ. അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെടുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ കൃപ. ഒന്നുകൂടെ കേട്ടെ. അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെടുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ. ആ 2 അക്ഷരം കുറച്ച എന്നാണ്ട് പ്രിയപ്പെട്ടവർ? നമ്മൾ കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലേ? കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. ഉള്ളവരെടുത്ത് ഒരു സാധനം കുറയ്ക്കാനുണ്ട്. മനസ്സിൻ്റെ കാൽക്കുലേറ്റർ എടുത്താൽ മതി, മൊബൈലൊന്നും എടുക്കണ്ട. ഞാൻ പറയുന്നതൊന്ന് ടൈപ്പ് ചെയ്തേ, വെറുതെ ഇരിക്കാതെ. മനസ്സിൻ്റെ കാൽക്കുലേറ്ററിൽ മോശ എന്ന് ടൈപ്പ് ചെയ്തേ. ചെയ്തോ? മൈനസ് ദൈവകൃപ ഈസ് ഈക്വൽ ടു, ഉത്തരം പറ.
ആ ബലഹീനത ഓർത്താ മതി. വിക്കൻ. വിക്കൻ പ്ലസ് ദൈവകൃപ ഈസ് ഈക്വൽ ടു മോശ. വിക്കന്റെ മേൽ കൃപ പെരുകിയപ്പോ ആരായി? അത് ഡിലേറ്റ് ചെയ്തിട്ട് അടുത്തൊരു ടൈപ്പ് ചെയ്തേ, ദാവീദ് മൈനസ് ദൈവകൃപ. എത്ര പെരുന്നാൾ കഴിഞ്ഞ ഒന്ന് പറഞ്ഞോട്ടെ. ആട്ടിടയൻ. കറക്റ്റ്. ആട്ടിടയന്റെ മേൽ കൃപ പെരുകിയപ്പോ ദാവീദായി. അത് ഡിലേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ടൈപ്പ് ചെയ്ത്, വെറുതെ ഇരിക്കണം, ടൈപ്പ് ചെയ്തേ. മത്തായി മൈനസ് ദൈവകൃപ. ചുങ്കക്കാരന്റെ മേൽ കൃപ പെരുകിയപ്പോ അടുത്തത് ഡിലീറ്റ് ചെയ്തേ. അടുത്തത് കുറച്ച് സമയം പോയി, എന്നാലും കുറച്ചേ. പത്രോസ് മൈനസ് ദൈവകൃപ. മുക്കുവൻ. പൗലോസ് മൈനസ് ദൈവകൃപ. ഗുണ്ട. ആയിരുന്നു ഒക്കെ ആയില്ലേ? അടുത്ത ടൈപ്പ് ചെയ്തേ. അവനവന്റെ പേര് ടൈപ്പ് ചെയ്തേ. നാട്ടുകാർക്കിട്ട് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് വലിയ മിടുക്കാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരും അത് തന്നെയാണ്. ആർക്കൊക്കെ ഇട്ട് കൂട്ടോ കുറയ്ക്കോ വിധി പറയുകയോ നമ്മൾ ചെയ്യും. വലിയ പുള്ളിയാ. അവനവന്റെ പേര് മൈനസ് ദൈവകൃപ. എന്തുത്തരം! പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറയാം, മൺപാത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാവുന്നു. നമ്മിൽ നിന്ന് ദൈവകൃപ മാറ്റിയാൽ മൺകൂടാരം. ഇപ്പോൾ ഈ ഇരിപ്പൊക്കെ നമുക്കറിയാം. ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നവർ കിഡ്നിയൊക്കെ കൊടുത്താൽ 10-15 ലക്ഷമൊക്കെ കിട്ടുമെന്നാ. പോയി കൊടുത്തു കളയരുത്. അടിച്ചു പോക്കളഞ്ഞാൽ ഒരു 7 രൂപ 70 പൈസയുടെ സാധനമാണെന്ന് പണ്ട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായമേ ഉള്ളൂ. അതും 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, അല്ല ഇരുമ്പ്, 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, എല്ലാം കൂടെ എത്ര രൂപ? 7 രൂപ. പഴയ വിലയാ, ഇപ്പം മാറി കാണും. ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായവും 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പും 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പുമാണ്. ഒന്നും പുകഴാനില്ല. ഇത്രയേ ഉള്ളൂ. 93% വെള്ളമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, അതല്ല 93% വെള്ളമെന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം 93% ഓഫ് വാട്ടർ പ്ലസ് 7% ഓഫ് സം എലമെന്റ്സ്. ഇത്തിരി മഗ്നീഷ്യം, ഇത്തിരി പൊട്ടാസ്യം, ഒരിത്തിരി സോഡിയം, എല്ലാം കൂടെ ആയപ്പോൾ ഇത്രയായി അല്ലേ? ആ കൃപയിൽ നമ്മൾ നിൽക്കുക. ഞാനായിരിക്കുന്നത് കൃപയാലാകുന്നു. ഞാനായിരിക്കുന്നത് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. എങ്ങനെ പറഞ്ഞു തീർക്കും? പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകളോർത്താൽ ദൈവത്തിനു സ്തോത്രം. എൻ്റെ ദൈവത്തിനു സ്തോത്രം. കൃപയാൽ 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 ദൈവത്തിനു സ്തോത്രം. എന്താ? കൃപ മാത്രം. അത്രയേ ഉള്ളൂ. ഒരു കരുണ മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ലേ? അല്ല, 10,000 എണ്ണം പറ്റാത്ത ആളുകളുണ്ടായിരുന്നല്ലോ. ആ കൊച്ചു പയ്യന്റെ പോക്കറ്റിൽ ഒരു വാട്ടിയ വാഴയിലക്കകത്ത് 5 അപ്പം അല്ലേ? അവനത് എണ്ണിയാണ് അന്ത്രയോസ് അപ്പോസ്തലന്റെ കയ്യിൽ കൊടുത്തിട്ട്. അന്ത്രയോസ് അതൊരു 7 പ്രാവശ്യം എണ്ണിക്കാണും. ആവശ്യം കൂടുമ്പോൾ എണ്ണം കൂടുമല്ലോ. എണ്ണം കൂടിയതല്ല, എണ്ണിയപ്പോ അപ്പം തേഞ്ഞതല്ലാതെ എണ്ണം കൂടിയോ? ഇല്ല. കർത്താവെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. എല്ലാവരും പങ്കിട്ട് കഴിച്ചു. ശേഷിച്ച കഷണം എത്ര എണ്ണം ഉണ്ടായിരുന്നു? പറയൂ. കൊട്ട വേണ്ട എനിക്ക്,
വട്ടിയും വേണ്ട. ശേഷിച്ച കഷണങ്ങൾ എത്രയുണ്ടെന്ന് പറയുകയാണെങ്കിൽ പെരുന്നാളല്ലേ 1000 രൂപ സമ്മാനം ABHന്റെ വകയായി നൽകുന്നതായിരിക്കും. ശേഷിച്ച കഷണങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തതിൻ്റെ പേരാണ് കൃപ. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. ഓർത്തേ, മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് എണ്ണിക്കൊടുത്ത് 5 അപ്പം 2 മീൻ ദൈവം ശേഷിപ്പിച്ചത് എണ്ണാൻ പറ്റിയിട്ടില്ല. അതാ കൃപ. അതാ കൃപ. ദൈവം ശേഷിപ്പിച്ചതിന് കണക്കില്ല. ആ കരുണ വിശാലാണ്, എണ്ണാൻ പറ്റാത്ത. അതുകൊണ്ടാണ് ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതം പറയും ബ്രഹ്മം. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്തായതെന്തോ അതാണ് ബ്രഹ്മം. വിശാലമാകുന്നത്, ബൃഹത്താവുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം. നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭാരതീയ ചിന്ത പറയും ദൈവം എന്താണ്? നേതി. അതല്ല, അതും ആകാം, പക്ഷെ അത് മാത്രമല്ല ബ്രഹ്മം. അതുകൊണ്ടാണ് വെൺമണിപ്പള്ളിയുടെ കുരിശിന്റെ മുമ്പിലും ഈ മാതാവിന്റെ ചിത്രത്തിന് മുമ്പിലും വന്ന് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്നറിയാം? അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം? അവരിങ്ങനെ കുരിശിലോട്ട് നോക്കുമ്പോഴുണ്ടല്ലോ, ഒരാളിങ്ങനെ കൈകൾ വിരിച്ചു കിടക്കുക, ഒരാൾക്ക് എത്രമാത്രം ബൃഹത്താകാമോ? വെൺമണിപ്പള്ളിക്കാർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കാശ് മുടക്കി പണിഞ്ഞ കുരിശ, അതൊക്കെ ശരിയാ. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കിടന്നെങ്കിൽ ഇത്രയും വിരിക്കണ്ട. സർവശക്തന് ഇത്ര മതി. ഒരാൾക്ക് എത്രമാത്രം എക്സ്റ്റെൻഡഡ് ആകാമോ, എത്രമാത്രം വിരിഞ്ഞു നിൽക്കാമോ, ഇങ്ങ് പോരെ. സങ്കടമുള്ള മനുഷ്യ, അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന, കണ്ണീരൊഴുകുന്ന മനുഷ്യ, ഇങ്ങ് പോരെ. ഈ വിരിഞ്ഞു നിൽക്കുന്നൊരു രൂപമാണ് കുരിശ്. അതുകൊണ്ടൊരു ഹൈന്ദവ സഹോദരി ഇവിടെ വന്ന് നോക്കുമ്പോൾ, അവള് ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ കണ്ണട വച്ച് നോക്കുമ്പോൾ കുരിശൊരു ബ്രഹ്മമാണ്. നമുക്ക് മനസ്സിലാവുന്നില്ലേ? കുരിശൊരു ബ്രഹ്മമാണ്. ഒരു കരുണ ഇങ്ങനെ വിശാലമാവുക, അതുകൊണ്ടാ വരണത്. കരുണ ഇങ്ങനെ വിശാലമാവുക, ബൃഹത്തായതെന്തോ അതാണ് ബ്രഹ്മം. ആ കരുണയ്ക്ക് മുമ്പിൽ നമ്മൾ പൂജ്യമാണ്. കരുണ എന്ന വാക്കിന് സുറിയാനിയിൽ 2 അർത്ഥമാണ്. ഒന്ന് റഹമേ എന്നാണ് ആ വാക്ക്, റഹമേ കരുണ. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം കരുണ എന്നാണ്, നാനാർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. ഇങ്ങനെയായി പരസ്പര ബന്ധമില്ലാത്ത 2 പദങ്ങൾ ഒരു വാക്കിൻ്റെ നാനാർത്ഥമായി വന്നു. റഹമേ കരുണ, ഗർഭപാത്രം. ഞാൻ ആലോചിച്ചു, ഉത്തരം പിടികിട്ടണമെന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കരുണ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ പൊടിച്ചതാ, മുളച്ചതാ. ഒരു മനുഷ്യൻ അനുഭവിച്ച ഏറ്റവും വലിയ സുരക്ഷിതത്വം 2.5, 2.25, 3 കിലോ വരെയുള്ള ഒരു കുഞ്ഞിനെ പൊതിഞ്ഞു കിടന്നൊരു സ്നേഹത്തിൻ്റെ പുതപ്പുണ്ട്. അതാണ് ഗർഭപാത്രം, ഗർഭാശയം. അത് മനുഷ്യൻ്റെ ആശയമല്ല, ദൈവത്തിൻ്റെ ആശയമാണ്. അതാ ഗർഭാശയം. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് പിറന്നത് എങ്ങനെയാണ്? തിയോളജി ചിന്തിക്കരുത്, ഇത്തിരി ഗൈനക്കോളജി ചിന്തിച്ചാൽ മതി. ലോകത്ത് നമ്മൾ പിറന്നു വീണത് എങ്ങനെയാണെന്ന് പറയൂ. മിണ്ടില്ല. സിസേറിയനാണോ ഇവിടെ? എല്ലാം നോർമലുണ്ട്. ഒരാൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത് തലയും കുത്തിയാണ്. എൻ്റെ കർത്താവ്, ഇതൊക്കെ ഒന്ന് പറയുന്നല്ല എൻ്റെ വിചാരം. തലയും കുത്തി വന്നവരാണ് നമ്മൾ. ഇപ്പം നേരെ നിൽക്കുന്നില്ലേ? ഇത്രയും പോരെ? കരുണ. തലയും കുത്തി വന്ന് നമ്മളിപ്പോൾ നേരെ നിൽക്കുന്നില്ലേ? കുറേ അടുത്ത് തലയെ വച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ചെറിയ ചെറിയ ഭാരങ്ങൾ, വലിയ വലിയ ഭാരങ്ങൾ, നടക്കാൻ വയ്യ, ജീവിത സമ്മർദ്ദങ്ങൾ. വിട്ടുകളാ. തലയും കുത്തി വന്നിട്ട്
നേരെ നിൽക്കുന്നില്ലേ? ഞാൻ അവസാനിപ്പിക്കുക. ഹോശേയ 8:8 പറയുന്നത് പോലെ, ലൈക്ക് എ ബ്രോക്കൺ വെസൽ, ഒരു ഉടഞ്ഞ പാത്രം പോലെ. അത്രയായില്ലേ? കാട്ടത്തിയുടെ മുകളിലിടുന്ന സക്കായിയും നാട്ടത്തിയുടെ ചുവട്ടിലിടുന്ന നഥനയേലും, പട്ടാപ്പകൽ വന്ന സമരിയക്കാരിയും നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോദിമോസും, കിടന്ന് പരാതി പറഞ്ഞ ബത്സയിദാ കുരുടനും, ഇരുന്ന് പരാതി പറഞ്ഞ ബർത്തിമായും, പുറകെ നടന്ന് പരാതി പറഞ്ഞ ജ്ഞാനായക്കാരിയും, എല്ലാ സൈസിനെയും ചേർത്ത് നിർത്തിയ ഒരു കരുണ വെൺമണി പള്ളിക്കകത്തുണ്ട്. പോരെ? നിന്റെ ഭാഷ ഏതായാലും, നിന്റെ വേഷമേതായാലും, നിന്റെ ദോഷമേതായാലും, ഈശോ നിന്നെ സ്നേഹിച്ചിടുന്നു. എന്താ? ഏത് സൈസും ആയിക്കോട്ടെ, നിന്റെ ഭാഷ ഏതായാലും, നിന്റെ വേഷമേതായാലും, നിന്റെ ദോഷമേതായാലും, ഒന്നേ പറയാനുള്ളൂ. എന്ത്? പിന്നെയും പിന്നെയും ഇന്നൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഇത് മാത്രം. 2 ചെറിയ വാക്കുകൾ. ഐ ആം യുണീക്ക്, ഐ ആം അൺഎലിജിബിൾ. ഞാൻ അനന്യനാണ്, ഞാൻ അയോഗ്യനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.